ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ 11ാമത്തെ ചാപ്റ്ററായ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം, അഞ്ജന മജുംദാർ എഴുതിയ ഒരു എസ്സേ ആണ് ഇന്ത്യൻ കോണ്ടക്സ്റ്റിലെ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചുമാണ്. ഇന്ത്യൻ കോണ്ടക്സ്റ്റിലെ ഡിസാസ്റ്ററിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഈ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കാം. നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ്സ് എൻ എസ്സേ റിട്ടൺ ബൈ അഞ്ജന മജുംദാർ അബൌട്ട് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ദെയർ മാനേജ്മെൻറ്റ് ഇൻ ദ ഇന്ത്യൻ കോണ്ടക്സ്റ്റ്. ഇന്ത്യൻ കോണ്ടക്സ്റ്റിലെ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചും, ദുരന്തം കഴിഞ്ഞാലും നമുക്കത് മാനേജ് ചെയ്യൽ അത്യാവശ്യമാണല്ലോ, അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചുമാണ് അഞ്ജന മജുംദാർ ഈ എസ്സേയിൽ പറയുന്നത്, ഈ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസാസ്റ്റർ ഈസ് എ വെരി കോമൺ ഫിനോമിനൻ ഫോർ ഹ്യൂമാനിറ്റി. അവരുടെ എസ്സേ തുടങ്ങാണ്. അതായത് ഡിസാസ്റ്റർ മനുഷ്യകുലത്തിൽ സംഭവിക്കുന്ന ഒരു കോമൺ പ്രതിഭാസമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു സെൻറ്റൻസോട് കൂടിയാണ് നമ്മുടെ എസ്സേ തുടങ്ങുന്നത്. ഡിസാസ്റ്റർ ഈസ് എ വെരി കോമൺ ഫിനോമിനൻ ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യകുലത്തിന് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു സംഭവമല്ല, കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റേഴ്സ് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസാസ്റ്റേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ബോത്ത് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്തിടെ നടന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത കാലത്തായിട്ട് ഡിസാസ്റ്റേഴ്സിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും, അതിൻ്റെ വ്യാപ്തിയും അഗാധവും അല്ലെങ്കിൽ അതിൻ്റെ എണ്ണവും ഒക്കെ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന പോലെയല്ല, കൂടുതലായിട്ട് ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നു, അതിൻ്റെ അഗാധവും കൂടിക്കൊണ്ടിരിക്കുന്നു. ദ നെക്സ്റ്റ് പോയിന്റ്, ഡിസാസ്റ്റേഴ്സ് എഫക്റ്റ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഡിസാസ്റ്റേഴ്സ് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസ് ആവട്ടെ, ഡെവലപ്ഡ് കൺട്രീസ് ആവട്ടെ, വികസിത രാജ്യങ്ങളാവട്ടെ, വികസ്വര രാജ്യങ്ങളാവട്ടെ, ഏത് രാജ്യത്തിനെയും ഒരേപോലെ ബാധിക്കുന്ന ഒന്നാണ് ഡിസാസ്റ്റേഴ്സ്. ദർ ആർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. രണ്ട് തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്, മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. മറ്റത് പ്രകൃതി ദുരന്തങ്ങളാണ്, നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഇവ രണ്ട് തരത്തിലുള്ള ദുരന്തങ്ങളാണ്. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും ഉണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഉണ്ട്. ഫ്ലഡ്, ഡ്രോട്ട്, സൈക്ലോൺസ്, എർത്ത്ക്വേക്സ്, ഫോറസ്റ്റ് ഫയേഴ്സ്, ആക്സിഡൻറ്റ്സ്, റയറ്റ്സ് എക്സെട്ര ആർ സം ഓഫ് ദം. ഡിസാസ്റ്റേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ചില ദുരന്തങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫ്ലഡ്, വെള്ളപ്പൊക്കം, ഡ്രോട്ട്, വരൾച്ച, സൈക്ലോൺസ്, ചുഴലിക്കാറ്റുകൾ, എർത്ത്ക്വേക്സ്, ഭൂമികുലുക്കം, ഫോറസ്റ്റ് ഫയേഴ്സ്, കാട്ടുതീ, ആക്സിഡൻസ്, അപകടങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള അപകടങ്ങളുണ്ട്, റയറ്റ്സ്, കലാപങ്ങൾ എക്സെട്ര. ഇവയൊക്കെ ചില മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൻ്റെയും അതേപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെയും എക്സാമ്പിൾസാണ്. ദ ഡെഡ്ലിയസ്റ്റ് ഡിസാസ്റ്റർ ഈസ് ഡ്രോട്ട്, ഫ്ലഡ് ഈസ് ദ മോസ്റ്റ് കോമൺ. ഇനി ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഭീകരമായിട്ടുള്ള, ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊല്ലുന്ന ഒരു ഡിസാസ്റ്ററാണ് വരൾച്ച എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലഡാണ്, വെള്ളപ്പൊക്കമാണ് കോമൺ ആയിട്ട് കാണുന്ന ഡിസാസ്റ്റർ. ഫ്ലഡ് ഈസ് ദ മോസ്റ്റ് കോമൺ. ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. ഇന്ത്യയിൽ ദുരന്തങ്ങൾക്ക് നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. നമുക്കറിയാം, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷനും ഇന്ത്യയുടെ ജോഗ്രഫി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ പെർണിയൽ റിവേഴ്സ് ഉണ്ട്, ബ്രഹ്മപുത്ര, ഗംഗ മുതലായ സുസ്ഥിര നദികളുണ്ട്, ഏത് സമയവും വെള്ളം ഉണ്ടാവുന്ന നദികളുണ്ട്. അതേപോലെ തന്നെ സ്നോ ക്ലാഡ് മൗണ്ടെയ്ൻസ്, അതായത് മഞ്ഞ് മലകൾ ധാരാളമുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇതൊക്കെ, അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസ്, നീണ്ട തീരപ്രദേശങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയിൽ ദുരന്തങ്ങൾക്ക് വലിയ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ നോക്കാം. ഓഫ് ഓൾ ദ കോണ്ടിനെൻറ്റ്സ്, ഏഷ്യ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ടോൾ ഫ്രം ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നതും ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന മരണം സംഭവിക്കുന്നതും ഏഷ്യയിലാണ്. കാരണം നമുക്കറിയാം, ഏഷ്യയിലാണ് ഇത്തരം രാജ്യങ്ങളൊക്കെ ഉള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന മുതലായ രാജ്യങ്ങളൊക്കെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ
ഇവിടെയൊക്കെ ദുരന്തങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ കോണ്ടിനൻസുകളിൽ വെച്ച്, ഭൂഖണ്ഡങ്ങളിൽ വെച്ച് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. Among all the disasters in India, the tsunami is a relatively new phenomenon. അപ്പോൾ ഇന്ത്യയിലെ ദുരന്തങ്ങളിൽ ഈ അടുത്തിടെ അല്ലെങ്കിൽ ഒരു പുതിയ പ്രതിഭാസമായി കാണുന്ന ഒരു ദുരന്തമാണ് സുനാമി. മുമ്പൊന്നും നമ്മൾ സുനാമി കൂടുതലായിട്ട് കേട്ടിരുന്നില്ല. പുതിയ ഒരു പ്രതിഭാസമാണ്, പുതിയ ഒരു തരം ദുരന്തമാണ് സുനാമി. Then India has witnessed man-made disasters like Bhopal gas tragedy in 1984. അങ്ങനെ ഇന്ത്യയിൽ 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. അത് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഗ്യാസ് ചോർന്ന ഒരു ഇൻഡസ്ട്രിയൽ ഫാക്ടറിയിൽ നിന്നും ഗ്യാസ് ചോർന്ന ഒരു ദുരന്തമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. 1984 സംഭവിച്ചത്. ഡ്യൂറിങ് ദിസ് സെഞ്ചുറി India has witnessed some major disasters which include the Gujarat earthquake. അപ്പോൾ ഈ സെഞ്ചുറിയിൽ നടന്ന കുറച്ച് ദുരന്തങ്ങളാണ് പറയുന്നത്. അതായത് ഗുജറാത്ത് എർത്ത് 2001 ഗുജറാത്തിൽ ഭൂമികുലുക്കം നടന്നു, എർത്ത് നടന്നു. മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സ് 2005 നടന്നു, മുംബൈ ഗുജറാത്ത് വെള്ളപ്പൊക്കം. സുനാമി 2004 നടന്നു. ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സ് ആൻഡ് ഹ്യൂറിക്കെയിൻ ഫെയിലിയൻ ഇൻ കോസ്റ്റൽ ഒറീസ ആൻഡ് ആന്ധ്രാപ്രദേശ് 2013. 2013 നടന്ന കോസ്റ്റൽ ഒറീസയിലും ആന്ധ്രാപ്രദേശിലൊക്കെ നടന്ന ചുഴലിക്കാറ്റുകൾ. ദെൻ ഇതൊക്കെ ഈ നൂറ്റാണ്ടിൽ നടന്ന ദുരന്തങ്ങളാണ്. വെൻ ഡിസാസ്റ്റേഴ്സ് സ്ട്രൈക്ക് ദ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം, നെയിംലി കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് എക്സെട്ര ആർ ഡാമേജ്ഡ്. ഇത് നെക്സ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ നോക്കാം, വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്ക്, ദുരന്തം സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അത് ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം, ജീവൻ രക്ഷാ സംവിധാനങ്ങളെയും ഇതുപോലെയുള്ള നെയിംലി കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ സംവിധാനങ്ങൾ, അതേപോലെ പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് എക്സെട്ര ആർ ഡാമേജ്ഡ്. ഇത്തരം സംവിധാനങ്ങളൊക്കെ നശിച്ചു പോകുന്നു, കേടുപാടുകൾ സംഭവിക്കുന്നു. അതായത് നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളായ, നമ്മുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങളായ പവർ സപ്ലൈ അതായത് കറണ്ട്, പവർ, പിന്നെ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് മീൻസ് വേസ്റ്റ് ഡിസ്പോസൽ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇത്തരം സംവിധാനങ്ങളൊക്കെ നശിക്കുന്നത് കൊണ്ട് വളരെയധികം അഘാതങ്ങൾ സംഭവിക്കുന്നു ദുരന്ത സമയത്ത്. ദെൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സീവിയർ സ്ട്രെസ്. പിന്നെ ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ, രോഗികളെ സംരക്ഷിക്കേണ്ട, അപകടങ്ങൾ പറ്റിയാൽ രോഗികളെ പരിചരിക്കേണ്ട സംവിധാനങ്ങളൊക്കെ സീവിയർ സ്ട്രെസ്സിലാകുന്നു, നശിച്ചു പോകുന്നു, ഭയങ്കര സമ്മർദ്ദത്തിലാവുന്നു. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചികിത്സ കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വരുന്നു. പിന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓർ ഓൾസോ ബാഡ്ലി എഫക്റ്റഡ്. പിന്നെ വാണിജ്യ സിസ്റ്റംസ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ മോശമായി അവയെ ഇതൊക്കെ ബാധിക്കുന്നു. അങ്ങനെ ലൈഫ് ഓൾമോസ്റ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ജീവൻ അല്ലെങ്കിൽ ജീവിതം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ദുരന്തം മൂലം ഇത്തരം പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. ദുരന്തം മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി അലോങ് വിത്ത് other rehabilitation work, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഷുഡ് ബി ഓൾസോ ഗിവൺ ഡ്യൂ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ദുരന്തം കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ വർക്ക്സ് നടത്തും, പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തും. അതോടൊപ്പം നമ്മൾ സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷനും കൂടി നടത്തണം. അതായത് മാനസിക പുനരധിവാസവും കൂടി നടത്തണം. അതായത് മാനസികമായ പ്രയാസങ്ങൾ ഈ ദുരന്തത്തിന് വിധേയമായ വിക്ടിംസിനുണ്ടാവും. അവരെ നമ്മൾ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ട് അവരെ പഴയ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതായത് സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, we should have a good master plan and should use good quality materials to reduce impact of disasters. നമ്മൾ പറഞ്ഞു, ദുരന്തങ്ങൾ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല, ദുരന്തത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറക്കാനേ കഴിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നല്ല ഒരു ഗുഡ് മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കൺസ്ട്രക്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം. ടു റെഡ്യൂസ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ദുരന്തത്തിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടി ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കുകയും ചെയ്യണം, നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ദെൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ്
പബ്ലിക് ബിൽഡിങ്സ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഗൈഡ്ലൈൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. അപ്പോൾ നമുക്കറിയാം ദുരന്തം മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ തകർച്ചയാണ്. ബിൽഡിങ്ങുകൾ തകർന്നിട്ട് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുമ്പോൾ, ദുരന്ത പ്രദേശത്ത് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബിൽഡിങ്സ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഗൈഡ് ലൈൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിലുള്ള ഗൈഡ് ലൈൻസിനനുസരിച്ചാണ് നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. ദെൻ കൺസ്ട്രക്ഷൻസ് ഷുഡ് സ്ട്രിക്ട്ലി അഡ്ഹിയർ ടു ദ മാസ്റ്റർ പ്ലാൻ അപ്രൂവ്ഡ് ബൈ ദ അതോറിറ്റീസ് അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് മാത്രമേ കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. നിർമ്മിതികൾ ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗീകരിച്ച ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. മോണിറ്ററിംഗ് മെക്കാനിസം ഷുഡ് ബി സെറ്റപ്പ് ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ്. കൂടാതെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം, പരിശോധനാ സംവിധാനങ്ങളും കൂടി ഡിസാസ്റ്ററിന് സാധ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ നിയമങ്ങൾക്കനുസരിച്ചാണോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള ഒരു മോണിറ്ററിംഗ് മെക്കാനിസവും കൂടി നമ്മൾ സെറ്റപ്പ് ചെയ്യണം. ഇതൊക്കെ ദുരന്തങ്ങളുടെ എഫക്റ്റ് കുറക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ദ മോസ്റ്റ് എഫക്റ്റഡ് ആർ the poor section of society who have to work daily to earn their livelihood. അപ്പോൾ ഈ ദുരന്തങ്ങൾ മൂലമൊക്കെ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുവർ സെക്ഷൻ ഓഫ് സൊസൈറ്റിയാണ്, സമൂഹത്തിലെ പാവപ്പെട്ട ആൾക്കാരെയാണ്. കാരണം അവർക്ക് ദൈനംദിന ജീവിതത്തിന് വേണ്ടി ഡെയിലി ജോലിക്ക് പോവേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത് അവരെ ബാധിച്ചാൽ ജോലിക്ക് പോകാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യും. ഡെത്ത്, ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ ആർ ദ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ദുരന്തത്തിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് മരണവും അതേപോലെ തന്നെ നാശനഷ്ടങ്ങളും ഡിസ്ട്രക്ഷന്, തകർച്ചയും ഒക്കെയാകുന്നു. കുറേ മരണം സംഭവിക്കും, കേടുപാടുകൾ സംഭവിക്കും, തകർച്ച സംഭവിക്കും, ബിൽഡിങ്ങുകളൊക്കെ നശിച്ചു പോകും. ഇനി നമ്മൾ പറയുന്നത് കമ്മിറ്റികളാണ്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയന്ത്രിക്കുന്ന കമ്മിറ്റികൾ ഏതൊക്കെയാണ് നോക്കുക. സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്ലേസ് എ മേജർ റോൾ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുള്ളത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റോളുള്ളത്. നാഷണൽ ഗവൺമെൻറ്റിന്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് ചെറിയ ഒരു റോള് മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് പ്രധാനപ്പെട്ട റോളുള്ളത്. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ there is a state level disaster management committee consisting of the senior secretaries of various departments and representatives of NGO-യിലെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനിലെ പ്രതിനിധികളും അതേപോലെ തന്നെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ സീനിയർ സെക്രട്ടറിമാരും ഉൾപ്പെട്ട ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി സ്റ്റേറ്റ് ലെവലിലുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അംഗങ്ങളാണ് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ സെക്രട്ടറിമാരും പിന്നെ NGO-യിലെ പ്രതിനിധികളുമാണ് അതിലെ മെമ്പേഴ്സ്. അവരുൾപ്പെട്ട ഒരു കമ്മിറ്റി സ്റ്റേറ്റ് ലെവലിലുണ്ട്. അതിനാണ് പ്രധാനപ്പെട്ട റോളുള്ളത്. പിന്നെ അറ്റ് ദ നാഷണൽ ലെവൽ ദർ ഇസ് എ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഹെഡഡ് ബൈ ദ ക്യാബിനറ്റ് സെക്രട്ടറി ആൻഡ് സെക്രട്ടറീസ് ഫ്രം ദ മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്. പിന്നെ നാഷണൽ ലെവലിൽ ഒരു കമ്മിറ്റി ഉണ്ട്, ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഹെഡ് ക്യാബിനറ്റ് സെക്രട്ടറിയും അതേപോലെ തന്നെ സെക്രട്ടറീസ് ഫ്രം മേജർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതിലെ സെക്രട്ടറിമാരുമാകുന്നു സെൻട്രൽ ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ്. ക്യാബിനറ്റ് സെക്രട്ടറിമാരായിരിക്കും, ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും അതിൻ്റെ ഹെഡ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കമ്മിറ്റി നമ്മൾ പറഞ്ഞു. ഒന്ന് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയും സെൻട്രൽ ലെവൽ കമ്മിറ്റിയും. സെൻട്രൽ ലെവൽ കമ്മിറ്റി സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡിഫൻസ് സർവീസസ്, ഹെലികോപ്റ്റർ, ഡ്രോപ്പിംഗ്, റെസ്ക്യൂയിങ്, ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ അവർ സഹായിക്കുകയാണ് ചെയ്യുന്നത്, സ്റ്റേറ്റിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കാം, റീഹാബിലിറ്റേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റീഹാബിലിറ്റേഷൻ, അതായത് പുനരധിവാസം. ദുരന്തങ്ങൾ നമുക്കൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ദുരന്തം സംഭവിച്ചാൽ ഉടനെ നമ്മൾ എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ നടക്കുകയാണ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ
ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിഹബിലിറ്റേഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. പുനരധിവാസം, റിഹബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്കോളജിക്കൽ റിഹബിലിറ്റേഷനും കൂടി നടത്തണം എന്ന് നമ്മൾ പറഞ്ഞു. ദ റെസ്ക്യൂ ടീംസ് ഷുഡ് ബി എക്യുപ്ഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. അപ്പോൾ റെസ്ക്യൂ ടീം ഏറ്റവും പുതിയ ടെക്നോളജി സംവിധാനങ്ങളിൽ കഴിവുള്ളവരായിരിക്കണം, എക്യുപ്ഡ് ആയിരിക്കണം, അവരതൊക്കെ ഉപയോഗിക്കാൻ സജ്ജമായിരിക്കണം. നമുക്കറിയാം ഡിസാസ്റ്റർ പല രീതിയിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആൾക്കാരെ രക്ഷിക്കാൻ പറ്റിയ തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിക്കാൻ അറിയണം, അതിൽ എക്യുപ്ഡ് ആയിരിക്കണം റെസ്ക്യൂ ടീം. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ടു മിറ്റിഗേറ്റ് ദ ഇമ്പാക്റ്റ് ആൻഡ് നോട്ട് ടു പ്രിവെൻറ്റ് ഡിസാസ്റ്റർ. നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഡിസാസ്റ്റർ നമുക്ക് തടയാൻ പറ്റില്ല. ഡിസാസ്റ്റർ കോമൺ ആയ ഒരു ഫിനോമിനനാണ്. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മിറ്റിഗേറ്റ് ഇറ്റ്സ് ഇമ്പാക്റ്റ്, ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് അതിൻ്റെ റിസൾട്ട്, ഫലങ്ങൾ, ദുരന്തങ്ങളൊക്കെ കുറയ്ക്കുക, അല്ലാതെ പ്രിവെൻറ്റ് ചെയ്യാനല്ല. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ പറഞ്ഞു, ടു മിറ്റിഗേറ്റ് ഇറ്റ്സ് ഇമ്പാക്റ്റ്, ദുരന്തങ്ങളുടെ ആഘാതങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലാതെ ദുരന്തങ്ങളെ സ്റ്റോപ്പ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ഡിയേഴ്സ്, ദിസ് ഈസ് ദ എസ്സേ റിട്ടൺ ബൈ അഞ്ജന മജുംദാർ, ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ജനറൽ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും വരാറുണ്ട്. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഈ സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. എസ്സേ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ലെറ്റർ ടു എഡിറ്ററായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 1-2 മാർക്കിന് സെൻറ്റൻസുകളായിട്ട് എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഡിസാസ്റ്റേഴ്സ്, നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് നടന്നതുകൊണ്ട് തന്നെ എല്ലാ വർഷവും, ഈ അടുത്ത വർഷങ്ങളിലായിട്ട് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഹാവ് എ നൈസ് ഡേ.